സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ജിത്തു പറഞ്ഞത് മജു ആ വഴിയൊന്ന് നോക്കിയ ശേഷം വണ്ടി മുന്നോട്ടെടുത്തു. അവർ നേരെ പോയത് വീട്ടിലേക്കാണ്. വണ്ടി നിർത്തി ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ അജുവിൻ്റെ കണ്ണുകൾ രാവണിയിൽ പതിഞ്ഞു. സെറ്റിയിൽ ഇരിക്കുകയാണവർ. അവരുടെ കാലിൻ്റെ ചൂടിൽ തറയിലിരുന്ന ഒരു തുണി കൊണ്ട് ലക്ഷ്മിയും മുഴിയുന്നുണ്ട്. സേതും ഒരു പാത്രത്തിൽ ചൂടുവെള്ളം ഉണ്ടാക്കി ലക്ഷ്മിക്ക് അടുത്തിരിക്കുന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അജുവരെ 3 പേരെ ഒന്ന് നോക്കിക്കൊണ്ട് സെറ്റിയിലിരുന്ന് TV കാണുന്ന പാർവതിയിലേക്കും പത്മാവതിയിലേക്കും പോയി. അതുവരെ നേരത്തെ കണ്ടവരുടെ ഓർമ്മകളിൽ മുഴുകിയിരുന്നവൻ്റെ കണ്ണുകളിൽ നിമിഷ നേരം കൊണ്ട് ദേഷ്യം നിറഞ്ഞു. അമ്മേ, സേതമ്മേ! ആ വീട് കുലുങ്ങി മറിയും വിധത്തിൽ അവൻ്റെ ശബ്ദം അവിടെ ഉയർന്നു. എല്ലാവരും അവനെ ഞെട്ടിക്കൊണ്ട് നോക്കി. ലക്ഷ്മിയും സേതുമ്മയും അവനെ പകപ്പോടെ നോക്കി. നിങ്ങൾ 2 പേര് മാത്രമേ ഇവർക്ക് മരുമകളായുള്ളൂ? അല്ലല്ലോ, വേറെ 2 കൂടെയില്ലേ? അവർക്കടുത്തേക്ക് വന്ന് നിലത്തിരിക്കുന്ന ലക്ഷ്മിയെ പിടിച്ച് എണീപ്പിച്ചുകൊണ്ട് അവർ രാവണിയെ നോക്കി ചോദിക്കുമ്പോൾ അവരവനൊന്ന് തുറച്ചു നോക്കി. എനിക്ക് 4 മരുമക്കളുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ജോലിയൊന്നും അവർക്ക് ചെയ്ത് ശീലമല്ല. അവരൊക്കെ അങ്ങനെ ജീവിച്ച് വളർന്നവരാണ്. രാവണി അവനെ നോക്കി പൂച്ചത്തിൽ പറയുമ്പോൾ അജു ഒന്ന് ചിരിച്ചു. ശേഷം ലക്ഷ്മിയെയും സേതുവിനെയും നോക്കി. എത്ര കേട്ടാലും പഠിക്കരുത്. പിന്നെയും പിന്നെയും ഇവർ പറയുന്നതും കേട്ട് ഇവർക്ക് അടിമപ്പണി ചെയ്യണം, കേട്ടല്ലോ? അവരോടുള്ള ദേഷ്യമായിരുന്ന അവൻ്റെ വാക്കുകളിൽ 2 പേരും അവനെ നോക്കാതെ തലതായത് നിന്നു. അവനെ നോക്കാനുള്ള ധൈര്യം അവർക്കില്ല. ചെയ്ത സേവനം മതി, 2 ആൾ അകത്തേക്ക് പോ. ഭാഗ്യൊക്കെ തനിയെ ചെയ്യട്ടെ. കുഴഞ്ഞാനങ്ങാതെ പറ്റാതെ കിടക്കുന്നല്ലോ, സ്വയം ചെയ്തോട്ടെ. അവനത് പറഞ്ഞ് 2 പേരും കൈയുള്ളതൊക്കെ അവിടെ ഇട്ട ശേഷം അകത്തേക്ക് നടന്നു. നിങ്ങൾക്ക് പണിയെടുക്കാൻ അവരും തലേ വെച്ച് നടക്കാൻ ഇവരും അല്ലേ? അത് ഞാൻ ഈ വീട്ടിലുള്ളിടത്തോളം നടക്കില്ല. രാവണിയെയും സെറ്റിയിലിരുന്നു കൊണ്ട് അവരെ തുറച്ചു നോക്കുന്ന 2 ഒന്ന് നോക്കിക്കൊണ്ട് അവൻ മുകളിലേക്ക് നടന്നു. ആ പിന്നെ, ഞാൻ അടുത്തൊന്നും പോകുന്നാരും പ്രതീക്ഷിക്കണ്ട. കുറച്ചു കാലം ഇവിടെ തന്നെ കാണും. സ്റ്റെപ്പ് കയറി തിരിഞ്ഞു നോക്കി അവനത് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ അവളുടെ മുഖമായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റുമോ? പലതും ഇവിടെയല്ലേ. നാശം പിടിച്ച ചെക്കൻ വൈകാതെ പോകലെന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇതിനിപ്പോൾ എന്നാണോ പോണത്? അജു മുകളിലേക്ക് പോയെന്ന് രാവണി അവിടെ ഇരുന്ന് പെറുപിറുത്തു. അതുതന്നെയായിരുന്നു മറ്റേ 2 ഉള്ളിലും. അജു നേരെ പോയത് അവൻ്റെ മുറിയിലേക്കാണ്. താഴെ നടന്നതിൻ്റെ ദേഷ്യം മുഴുവൻ അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഷർട്ടറ്റ് സെറ്റിയിലിട്ട് അവൻ ബെഡിലേക്ക് മറന്നു കിടന്നു. രാവണിയോടും പത്മാവതിയോടും പാർവതിയോടും ഒക്കെയുള്ള ദേഷ്യം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. ചെറുപ്പം മുതൽ കണ്ടു വളർന്നത് ഇത് തന്നെയാണ്. മരുമകളെ 2 കാണുന്ന മുത്തശ്ശിയുടെ സ്വഭാവം. മുത്തശ്ശിക്ക് എന്നും സഹോദരിമാരെ മാത്രമേ കണ്ണിൽ പിടിക്കൂ. ഇത്തിരി അധികമുള്ളയിടത്തു നിന്നും കയറി വന്നതാണെന്ന് പരിഗണന. അതാണ് അവരെ തലയിൽ കയറി വെച്ച് നടക്കുന്നതിന് കാരണം. ചെറുപ്പത്തൊട്ട് അത് മനസ്സിലാക്കി വളർന്നത് കൊണ്ടാകും ഒരു പ്രായം കഴിഞ്ഞതിൽ പിന്നെ അതിനെ ശക്തമായി എതിർക്കും. അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് പേരക്കുട്ടികളിൽ വെച്ച് തന്നെ ഒട്ടും കണ്ണിന് പിടിക്കാത്തതും. ഇങ്ങനെയുള്ള സാഹചര്യം തൻ്റെ മുന്നിൽ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. താനുള്ളപ്പോൾ ഇങ്ങനെ ഞാൻ പോയാലുള്ള അവസ്ഥ എന്താകുമെന്ന് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ എനിക്കിവിടെ പറ്റില്ല. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇതൊരു കൂട്ടുകുടുംബമാണ്. എന്നാൽ അങ്ങനെയല്ല. പരസ്പര സ്നേഹമോ വിശ്വാസമോ ഒന്നുമില്ലാത്തൊരു വീട് മാത്രമാണിത്. ഇവിടെ ശ്വാസം മുട്ടി ജീവിക്കുന്നതിൽ നല്ലത് എങ്ങോട്ടെങ്കിലും പോകുന്നത് തന്നെയാണ്. പക്ഷേ ഇനിയിപ്പോൾ വേഗം ഒരു മടങ്ങിപ്പോക്ക് സാധ്യമല്ല. ചിന്തകൾക്കൊടുവിൽ അവൻ്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു. മനസ്സിൽ ഒരുവളുടെ മുഖം തെളിമയോടെ നിറഞ്ഞു വന്നു. അവളെ ഒപ്പം കൂട്ടാതെ ഇനിയൊരു മടങ്ങിപ്പോക്കില്ല. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ജിത്തു കിടന്നേടുന്നും എഴുന്നേറ്റ് ഡോറ് തുറന്നത്. മുന്നിലൊരു ചിരിയോടെ നിൽക്കുന്ന അജുവിനെ കണ്ട് അവനെ നെറ്റിച്ചുളിഞ്ഞു. നീ ഇന്ന് പോണില്ലേ? അജു ചോദിച്ചതും ജിത്തു അവനെ അടിമുടിയൊന്ന് നോക്കി. മാറ്റി റെഡിയായി ലുക്കിലാണ് നിൽക്കുന്നത്. ജിത്തു ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി. എങ്ങോട്ട്? ജിത്തു നെറ്റിച്ചുളിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അജുവിൻ്റെ മുഖത്തേക്ക് നോക്കാതെ എങ്ങോട്ടോ നോക്കി നിന്നു. പറയടാ, എങ്ങോട്ട് പോണ കാര്യ? ജിത്തു വീണ്ടും ചോദിച്ചതും അജു മുഖമുയർത്തി അവനും നോക്കി. അത് നീ ജാനനെ കാണാൻ പോകുന്നില്ലേ എന്ന്. വേണോ വേണ്ടിയോ എന്ന മട്ടിൽ അജു പറയുമ്പോൾ ജിത്തു വായും തുറന്ന് അവനെ അടിമുടി ഒന്ന് നോക്കി. പിന്നെ തലയൊന്ന് കുടഞ്ഞു. ഞാൻ അവളെ കാണാൻ ദിവസമൊന്നും പോവാറില്ല. വല്ലാതെ കാണാൻ തോന്നുമ്പോൾ ഒന്ന് പോകുന്നേ ഉള്ളൂ. നിനക്ക് എന്താ ഇത്ര ശുഷ്കാന്തി? ജിത്തു അജുവിനൊന്ന് ചെരിഞ്ഞു നോക്കി. അജു അവൻ്റെ നോട്ടം കണ്ടിട്ടും കാണാത്ത പോലെ നിന്നു. ആ, എനിക്കിവിടെ തന്നെ ചടഞ്ഞു കൂടി ഇരുന്നിട്ട് ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ. നീ മാറ്റി വാ, നമുക്കൊന്ന് ചുറ്റിയടിച്ച് വരാം. ജിത്തുവിൻ്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൻ തിരിഞ്ഞു നടന്നു. ജിത്തു ഒരു നിമിഷം അവനെ നോക്കിയ ശേഷം ബാത്റൂമിൽ കയറി റെഡിയായി ഇറങ്ങി. ജിത്തു റെഡിയായി ഇറങ്ങുമ്പോൾ അജു ബൈക്കിൽ ഇരിക്കുന്നുണ്ട്. ജിത്തു വന്നതും അജു കയ്യിലെ വാച്ചിലേക്ക് ഒന്ന് നോക്കിയ ശേഷം വണ്ടി പറപ്പിച്ചു വിട്ടു. പിന്നിലേക്ക് ആഞ്ഞുപോയ ജിത്തു പെട്ടെന്ന് അജുവിനെ മുറുകെ പിടിച്ചു. എന്തട പന്നി, കൊല്ലുവോ നീ എന്നെ? ജിത്തു പല്ല് കടിച്ചുകൊണ്ട് പറയുമ്പോൾ അജു അതൊന്നും ശ്രദ്ധിക്കാതെ വണ്ടി പറപ്പിക്കുന്ന തിരക്കിലായിരുന്നു. ഇന്നലെ നിർത്തി ആ സ്ഥലത്ത് തന്നെ വണ്ടി നിർത്തി അജു ചുറ്റും നോക്കി. നീ പോയി വാ, ഞാനിവിടെ നിൽക്കാം.
ജിത്തു ബൈക്കിൽ നിന്ന് ഇറങ്ങിയതും അജു പറയുന്നത് കേട്ട് ജിത്തു അവനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. അജു ജിത്തു പോകുന്നു നോക്കി, പിന്നെ ചുറ്റും നോക്കി. ആഗ്രഹിച്ച ആളെ കണ്ണുകളിൽ കാണുന്നുണ്ടോ എന്നൊരു തിരച്ചിൽ. പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ കുറച്ചു മാറി നടന്നു പോകുന്നവളിൽ ഉടക്കി. അജു പെട്ടെന്ന് ബൈക്കിൽ നിന്നിറങ്ങി അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയ നിമിഷം തന്നെ ജിത്തു അവന് മുന്നിൽ വന്നു നിന്നു. എടാ, ജാനു പോയി. ഞാൻ വരുന്ന വിവരം അവളോട് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് അവൾ നേരത്തെ പോയി. ഇനിയിപ്പോൾ ഇവിടെ എന്താ, നമുക്ക് കമ്മിറ്റി ഓഫീസിൽ പോകാം, അവിടുത്തെ കാര്യങ്ങളിൽ നടക്കട്ടെ. ജിത്തു പറയുമ്പോൾ അജു നടന്നു പോകുന്നവളെ നോക്കിക്കൊണ്ട് ബൈക്കിൽ തന്നെ കയറി. എന്നിട്ട് വണ്ടി എടുക്കാതെ ഫോണ് കയ്യിലെടുത്ത് അലസമായി അവൾ പോകുന്നിടത്തേക്ക് നോക്കി. അജു, ഡാ, എന്തടാ നീ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ജിത്തു പറഞ്ഞതും അവൻ ഫോണിൽ നിന്ന് കണ്ണുകൾ മാറ്റി ഒന്ന് തിരിഞ്ഞു. അവിടെ അവനെ തന്നെ നോക്കി വെള്ളമിറക്കി നിൽക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികളെ കണ്ടതും അവനൊന്ന് അവരെ തുറച്ചു നോക്കിക്കൊണ്ട് ജിത്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി. മോനെ പുന്നാര മോനെ, എനിക്കൂടെ ഉണ്ടാക്കല്ലേ. അജു പറഞ്ഞതും ജിത്തു പൊട്ടിച്ചിരിച്ചു. അജു ബുള്ളറ്റിൽ കയറിയതും ജിത്തു പിന്നിൽ കയറി. ഇടം മണ്ട, എന്നും നിന്നെ നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കുന്നവന്മാരല്ലേ, നിനക്ക് അവിടെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും ഒന്ന് ചിരിച്ചു കൊടുത്തുവിടാ. ജിത്തു അവൻ്റെ തോളിൽ പിടിച്ചൊന്ന് കുലുക്കിക്കൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു. അജു ഒന്ന് ചിരിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായി ചിരിക്കുന്ന ഒരു ചിരി. അധികം താടിയില്ലാത്തത് കൊണ്ടാകും ചിരിക്കുമ്പോൾ അവൻ്റെ കവളിൽ തെളിഞ്ഞ നുണക്കൊഴി ഒന്നുകൂടെ എടുത്തു കാണിച്ചത്. അങ്ങനെ ആരുടെയോ സന്തോഷത്തിന് വേണ്ടി എൻ്റെ പ്രണയഭാവങ്ങൾ ഞാൻ പുറത്ത് കാണിക്കില്ല. അതൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ കൂട്ടി വെക്കുന്നത് എൻ്റെ പെണ്ണിനാണ്, എൻ്റെ മാത്രം നല്ല ബാധിക്ക്. അവളിലെ ഞാൻ എൻ്റെ പ്രണയം പുറത്തേക്ക് എടുക്കൂ. അവൾക്ക് അതൊക്കെ താങ്ങാൻ കഴിയൂ. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണിലെ തിളക്കവും ചുണ്ടിലെ വശ്യമായ ചിരിയും ജിത്ത് കണ്ണാടിയിലൂടെ നോക്കിയിരുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടോടാ? കളിയോട് അവൻ്റെ പിന്നിൽ തല്ലിക്കൊണ്ട് ചോദിക്കുമ്പോൾ മൗനമായിട്ട് മറുപടി. പക്ഷേ അവൻ്റെ നോട്ടം അവൾ പോയ വഴിയായിരുന്നു. അവളെ കണ്ണിൽ നിന്നും മറിഞ്ഞതും അജു പിന്നെ അവിടെ നിന്നില്ല. വണ്ടി നേരെ കമ്മിറ്റി ഓഫീസിലേക്ക് വിട്ടു. ഞാൻ ജാനുവിൻ്റെ കാര്യം മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ട്. സമയവും സന്ദർഭവും നോക്കി വീട്ടിൽ അവതരിപ്പിക്കാമെന്ന് മുത്തശ്ശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശന് സമ്മതക്കുറവൊന്നുമില്ല. ജിത്തു പറയുമ്പോൾ അജു ഒന്നും മിണ്ടിയില്ല. ഇനി വരാൻ പോകുന്നതൊക്കെ അവൻ മനസ്സിൽ കണക്ക് കൂടുകയായിരുന്നു. നീയൊന്നും പറഞ്ഞില്ല. അജു ഒന്നും മിണ്ടല്ലെന്ന് കണ്ടതും ജിത്തു അവൻ്റെ ഷോൾഡറിൽ താടി കുത്തിക്കൊണ്ട് അടുത്തേക്ക് വന്ന് പറഞ്ഞു. ഞാനെന്ത് പറയാൻ, പലതും കേൾക്കേണ്ടിയും കാണേണ്ടിയും വരും. അതൊക്കെ ഫേസ് ചെയ്യാൻ കഴിയണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്തിനും എതിനും ഞാൻ കൂടെ ഉണ്ടാകും. അജുവിൻ്റെ ആ വാക്ക് മാത്രം മതിയായിരുന്നു ജിത്തുവിന്. വല്ലാതെ സമാധാനം അവനക്ക് തോന്നി. ഇനിയെല്ലാം വരുന്നത് പോലെ വരട്ടെ. ജിത്തു. അജുവും ജിത്തുവും മുകളിലേക്ക് കയറാൻ സ്റ്റെപ്പിൽ വെച്ച കാല് ഒരുപോലെ പിന്നിലേക്ക് വെച്ചുകൊണ്ട് തലചരിച്ച് നോക്കി. കുടുംബം മൊത്തമുണ്ട്. ആ വിളി എന്തിനാണെന്നും ആ സംഗമം എന്തിനാണെന്നും രണ്ടുപേർക്കും കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ജിത്തു, അച്ഛൻ പറഞ്ഞ സത്യമാണോ? സൂര്യദത്തൻ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ ഒന്ന് മൂളാൻ മാത്രമേ ജിത്തുവിന് കഴിഞ്ഞുള്ളൂ. ആ നിമിഷം തന്നെ ജിത്തുവിൻ്റെ കവളിൽ അയാളുടെ കൈ പതിഞ്ഞിരുന്നു. ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ ഇത് നടക്കില്ല. പിന്നൊന്നും പറയാനോ കേൾക്കാനോ നിൽക്കാതെ അയാൾ സേതുവിനൊന്ന് തുറച്ചു നോക്കിക്കൊണ്ട് റൂമിലേക്ക് കയറി. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് സേതു ജിത്തുവിനൊന്ന് നോക്കി. പിന്നെ പതിയെ അയാൾക്കൊപ്പം റൂമിലേക്ക് കയറി. ജിത്തു. പ്രതാപ് വർമ്മയുടെ ശബ്ദം കിടന്ന് തലതാഴ്ത്തി നിന്നിരുന്നവൻ മുഖം പോയിട്ട് നോക്കി. പ്രതാപ് വർമ്മ അവൻ്റെ ചുമലിലൊന്ന് തട്ടി. ഇതൊന്നും ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഭംഗിയായി തന്നെ നടക്കും. ഏട്ടനോട് ഞാൻ സംസാരിച്ചോളാം. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അവനിൽ ചെറിയൊരു ആശ്വാസമായിരുന്നില്ല വരുത്തിയത്. പ്രതാപ് വർമ്മ അവനെ ഒന്ന് മുറുകെ പുണർന്നുകൊണ്ട് അവർക്ക് പിന്നിൽ ഗൗരവത്തിൽ നിൽക്കുന്ന അജീവിനെ ഒന്ന് നോക്കി. പ്രതാപ് വർമ്മയുടെ നോട്ടം കണ്ടതും ചെക്കൻ മുഖം തിരിച്ചു. അല്ല പിന്നെ, സ്നേഹവും സംരക്ഷണമൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് രക്ഷിതാക്കൾ കൊടുക്കണം. അല്ലാതെ ആ സമയം കുറേ മാസിലും പിടിച്ച് നടന്നിട്ട് കാര്യമില്ല. പ്രതാപ, നീ എന്തിൻ്റെ പേരിലാ അവൻക്ക് വാക്ക് കൊടുക്കുന്നത്? ഈ ബന്ധം ഒരിക്കലും നടക്കില്ല. നമ്മുടെ നിലയും വിലയും അനുസരിച്ചുള്ള ഒരു ബന്ധമല്ലേത്. അച്ഛൻ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിച്ചതാണ്. ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒട്ടും പറ്റിയില്ല. സൂര്യന് മകനെ കുറിച്ചുണ്ടായിരുന്ന പ്രതീക്ഷകളാണ് ഇതിലൂടെ ഇല്ലാതാകുന്നത്. അതെന്താ അങ്ങനെ ഒരു പ്രതീക്ഷ? ഇവനിൽ അങ്ങേർക്ക് എന്ത് പ്രതീക്ഷയാണ്? പഠിപ്പിച്ച് സ്വന്തം കമ്പനി തന്നെ ജോലിയാക്കി കൊടുത്തു. അതിലിവനവൻ്റെ പരമാവധി കഴിവും കാണിക്കുന്നുണ്ട്. പിന്നെ ഇവനിൽ എന്ത് പ്രതീക്ഷ? ബാല്യത്തിൻ്റെ ഏതെങ്കിലും പാർട്ട്നേഴ്സിൻ്റെ മക്കളെ കൊണ്ട് ഇവനെ കെട്ടിക്കാന്ന പോലെ വാക്കും കൊടുത്തിട്ടുണ്ടോ? അതിൽ നിന്ന് കിട്ടുന്ന സ്ത്രീധനം കൊണ്ട് ബിസിനസ് ഒന്നും കൂടെ മെച്ചപ്പെടുത്താന്നൊക്കെ കണക്ക് കൂട്ടിയോ? അങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ പതിവ്. സൂര്യനാരായണൻ പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് തന്നെ അയാളുടെ വാടപ്പിക്കുന്ന തരത്തിലുള്ള മറുപടി അജു കൊടുത്തു. എന്തൊക്കെയോ തിരിച്ചു പറയണമെന്നുണ്ടെങ്കിൽ പോലും അതിന് കഴിയാതെ അയാൾ നിന്നു. കാരണം അവൻ പറഞ്ഞത് മുഴുവനും ഒരു വാക്ക് പോലും വിടാതെ സത്യം തന്നെയായിരുന്നു. അല്ല, വല്യച്ഛനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ കെട്ടിയതും മക്കളെ കെട്ടിച്ചതൊക്കെ ആ കണക്കിലായതുകൊണ്ട് ആലോചിച്ച് മറുപടി വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ. ശരിയല്ലേ? അവൻ അയാൾക്ക് നേരെ ഒന്നുകൂടെ നീങ്ങുന്നുകൊണ്ട് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു. അർജുൻ.
വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയവനെ ആ ഒറ്റ വിളിയിൽ പ്രതാപവർമ്മ വിലക്കിട്ടു. അജുവിനൊന്നും പറയാതെ ജിത്തുവിൻ്റെ കയ്യും പിടിച്ച് മുകളിലേക്ക് നടന്നു. പോകുന്ന പോക്കിൽ സെറ്റിയിലൊന്നും മിണ്ടാതെ ആരെയും തലയിട്ട് നോക്കാതെ ഒന്നിനും അഭിപ്രായം പറയാതിരിക്കുന്ന മുത്തശ്ശനെ അവനൊന്ന് നോക്കി. അതിൻ്റെ കാരണം എത്രയും ആലോചിച്ചിട്ടും അവന് മനസ്സിലായില്ല. അജുവും ജിത്തുവും നേരെ പോയത് അജുവിൻ്റെ റൂമിലേക്കാണ്. രണ്ടുപേരും ഒന്നും മിണ്ടാതെ സെറ്റിയിലിരുന്നു. ജിത്തു തലക്ക് കയ്യും കൊടുത്ത് സെറ്റിയിലിരിക്കുമ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുവായിരുന്നു അജു. ഞാൻ പറഞ്ഞില്ലടാ എല്ലാവരും ഈ ബന്ധത്തെ എതിർക്കൂന്ന്. അങ്ങനെ തന്നെയായി. ഞാൻ അവളെയും കൊണ്ട് നാട് വിട്ടാലോ? എങ്ങോട്ടെങ്കിലും. ഞാൻ ഇപ്പം തന്നെ വിട്ടോ. അതാകുമ്പോൾ വെയിലൊന്നും ആറിയിട്ടുണ്ട്. ഇരുട്ടും മുന്നേ എവിടെയെത്തും. ആജ് കളിയായി പറയുമ്പോൾ ജിത്തു ദയനീയമായി അവനൊന്ന് നോക്കി. പിന്നെ ഞാൻ എന്ത് പറയടാ പൊന്നാര മോനെ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ നിന്റെ തന്തയുടെ വാരി തൂങ്ങിയ കമ്പനിയിൽ മാത്രം ഒതുങ്ങേണ്ടെന്ന്. അതിൻ്റെ ലാഭം മൊത്തം ആ കുടുംബം ഏറ്റെടുക്കും. മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ ആ കാശ് മറ്റു പലതിലിടും. അങ്ങനെ വരുമ്പോൾ നിന്റെ വിയർപ്പിനോട് യാതൊരു വിലയും കാണില്ല. അല്ലെങ്കിൽ പിന്നെ തന്തയുടെ തന്തയാണെന്ന് സെന്റിമെന്റ്സ് വിട്ട് ബിസിനസ് ചെയ്യണം. അതിന് പറ്റുമോ? അതുമില്ല. അങ്ങനെയുള്ള അവനാ ഒരു രൂപ കയ്യില്ലാതെ ഈ പെണ്ണിനെ പിടിച്ച് നാട് വിടാൻ പോണത്. ആജി പറഞ്ഞു നിർത്തുമ്പോൾ ജിത്തു ഒന്നും മിണ്ടാത്ത തലതായിരുന്നു. ഇപ്പം അവൻ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് അന്നൊന്നും ഇത്ര കാര്യമായി ചിന്തിച്ചിരുന്നില്ല. ആര് ജോലി ചെയ്താലും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലെന്നൊരു ചിന്തയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ തന്നെ വേണം. രണ്ടുപേരും ഒന്നും മിണ്ടാതെ കുറച്ചധികം സമയമിരുന്നു. എന്തെങ്കിലും പറയാൻ പോയാൽ അജുവിന് ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് അത് ജിത്തുവിന് കൊള്ളുമെന്നുള്ളത് കൊണ്ട് ജിത്തു മിണ്ടാതിരുന്നു. രണ്ടുപേരുടെയും മൗനത്തിനിടക്കാണ് ഡോറ് തുറന്ന് സേതമ്മ റൂമിലേക്ക് കയറി വന്നത്. ജിത്തുവും അജുവും സെറ്റിയിലിരുന്നു കൊണ്ട് തന്നെ സേതമ്മയെ നോക്കി. കരഞ്ഞിട്ടെന്ന് ആ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവർ മുന്നിൽ ബെഡിൽ വന്നിരുന്നു. അമ്മേ. ഒന്നും മിണ്ടാത്ത തലയും താഴ്ത്തി ഇടയ്ക്ക് കണ്ണു തുടക്കുന്ന ആ അമ്മയുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് വേദനയോട് ജിത്തു വിളിച്ചതും സേതമ്മ അവനെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ജിത്തു, ആ കുട്ടി വേറെ എവിടെയെങ്കിലും ആരെങ്കിലും കെട്ടി സുഖമായി ജീവിച്ചോട്ടെ മോനെ. ഇവിടെ വന്ന ആ കുട്ടിക്ക് ജീവിതത്തിൽ സുഖമോ സന്തോഷമോ എന്നൊന്നും അറിയില്ല. വെറുതെ എന്തിനാണ് ഈ നരകത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ കൂടെ കണ്ണീര് കുടിപ്പിക്കുന്നത്? കരഞ്ഞുകൊണ്ട് സേതമ്മ പറയുമ്പോൾ ജിത്തുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. ആജ് സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു. മനസ്സിലെ സംഘർഷം തീർക്കാനെന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് അവനെ മുടിയിൽ പിടിച്ച് വലിച്ചു. എല്ലാം എങ്ങനെ തീർക്കണമെന്ന് അവൻ ആ നിമിഷം ഒരു ഐഡിയയും ഇല്ലായിരുന്നു.